നമസ്കാരം. ഇക്കുറി ജർമ്മനി സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജോസ് സോറസ് സംഘത്തിലെ ഒരാളെ അല്ല, നിരവധി പേരെയാണ് കണ്ടത്. ഇന്ത്യയിലെ മോദി സർക്കാരിനെ അട്ടിമറിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപനം നടത്തിയ ജോസ് സോറസ് എന്ന അമേരിക്കൻ ശതകോടീശ്വരന് ലോകമെമ്പാടും നിരവധി NGO സംഘടനകൾക്കും സാമ്പത്തിക സഹായം നൽകുന്ന വ്യക്തിയാണ്. ജോസ് സോറസിന് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് എന്ന സമാന്തര അധികാര ശൃംഖലയുമായി അടുത്ത ബന്ധമുണ്ട്. വിവിധ മൂന്നാം ലോക രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിച്ച് തങ്ങൾ പറയുന്നതനുസരിക്കുന്ന പാവ സർക്കാരുകളെ അധികാരത്തിൽ കയറ്റുന്ന ശക്തിയാണ് ഡീപ് സ്റ്റേറ്റ്. ഇന്ത്യയിൽ മോദിയെ അട്ടിമറിച്ച് പകരം രാഹുൽ ഗാന്ധിയെ ഭരണം ഏൽപ്പിക്കുക എന്നതാണ് ഡീപ് സ്റ്റേറ്റിന്റെ പ്രഖ്യാപിത നയം. പാർലമെന്റ് നിർണായക ബിൽ പാസാക്കുന്ന നാളുകളിലാണ് രാഹുൽ ഗാന്ധി ജർമ്മനി സന്ദർശിച്ച് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന ജോസ് സോറസിന്റെ സംഘടനയുമായി ബന്ധമുള്ള ഇന്ത്യയെ വിമർശിക്കുന്ന റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന സംഘടനാ പ്രതിനിധികളെ ജർമ്മനിയിൽ കണ്ടത്. അവർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ജർമ്മനിയിൽ പോയ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്യുമെന്ന പ്രഖ്യാപനം നടത്തുന്നതിന് പകരം ജർമ്മനിയിലെ മണ്ണ് ഇന്ത്യയെ വിമർശിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ഉപയോഗിച്ചത്. ഇന്ത്യയിലെ ഉൽപാദനം മെല്ലെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിൽ ആഭ്യന്തര കലാപം നടക്കും. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മോദി സർക്കാരും ചേർന്ന് വോട്ടുകൾ മോഷ്ടിക്കുന്നു തുടങ്ങി ഇന്ത്യക്കും ഇവിടുത്തെ മോദി സർക്കാരിനുമെതിരെ രാഹുൽ ഗാന്ധി രാജ്യദ്രോഹപരമായ പ്രസ്താവനകളാണ് നടത്തിയത്. ജോസ് സോറസ് സംഘടനകളുടെ തീരുമാനപ്രകാരമാണ് അങ്ങനെ ഒരു പ്രസ്താവന രാഹുൽ നടത്തിയത്. രാഹുൽ ജർമ്മനിയിൽ ചെന്ന് കണ്ട ജോസ് സോറസിന്റെ കൂട്ടാളികൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തെ ആളാണ് കൊർണേലിയ വോൾ. ഇന്ത്യയിൽ അടുത്ത കലാപമോ കുഴപ്പങ്ങളോ സൃഷ്ടിക്കാനുള്ള ടൂൾ കിറ്റ് തേടിയാണ് രാഹുൽ ഗാന്ധി ജർമ്മനിയിലെത്തിയത്. രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയ ജോസ് സോറസ് അനുയായികൾ ഒരാൾ കൊർണേലിയ വോൾ ആണ്. ഇവരും അതായത് രാഹുൽ ഗാന്ധിയും ഈ സ്ത്രീയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് ട്രസ്റ്റിയായ കൊർണേലിയ വോളും മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് ജോസ് സോറസും തമ്മിലുള്ള അടുത്ത ബന്ധമാണ്. ജോസ് സോറസിന്റെ അസോസിയേറ്റായി പ്രവർത്തിക്കുന്ന കൊർണേലിയ വോളും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ച അതീവ രഹസ്യമായിരുന്നുവെങ്കിലും ഇതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ജാനിയേല ഷ്വാർസർ, അതായത് ടെൽബാൻസ് സ്റ്റീഫൻ എന്ന ജോസ് സോറസുമായി ബന്ധമുള്ള സംഘടനയുടെ ഡയറക്ടറായ ജാനിയേല ഷ്വാർസറുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 2021 മുതൽ 2023 വരെ ജോസ് സോറസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ യൂറോപ്പിലെയും യൂറേഷ്യയിലെയും പ്രസിഡന്റായിരുന്നു. ജർമ്മൻ കൗൺസിൽ ഓഫ് ഫോറിൻ റിലേഷന്റെ ഡയറക്ടറായിരുന്നു. ഇക്കാലയളവിൽ ഈ സംഘടനയ്ക്ക് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനിൽ നിന്നും 2.5 ലക്ഷം യൂറോ ധനസഹായമാണ് ലഭിച്ചത്. ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയകൾ അട്ടിമറിക്കുന്നു എന്ന ആരോപണത്തിന്റെ പേരിൽ ഇന്ത്യയിൽ ജോസ് സോറസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനെ നിരോധിച്ചിരുന്നു. അടുത്തതാണ് ഡോക്ടർ തോസ്ഡൻ ബെനർ. രാഹുൽ ഗാന്ധി ജർമ്മനിയിൽ കൂടിക്കാഴ്ച നടത്തിയ മറ്റൊരു ബെർലിനിലെ ഗ്ലോബൽ പബ്ലിസിറ്റി, അതായത് ഗ്ലോബൽ പബ്ലിക് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറാണ് ഡോക്ടർ തോസൻ ബെന്നറുമായി. 2014 മുതൽ 2021 വരെ GPIക്ക് ജോസ് സോറസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ധനസഹായം ലഭിച്ചിരുന്നു. ഈ GPI എന്ന സംഘടന ഇന്ത്യയെക്കുറിച്ച് നിരവധി വിവാദ റിപ്പോർട്ടുകളാണ് പ്രസിദ്ധീകരിച്ചത്. ഇതിൽ ഒരെണ്ണം കാശ്മീരിനെ കുറിച്ചാണ്. കാശ്മീരിലെ കേന്ദ്ര സർക്കാർ നയങ്ങൾ പരാജയപ്പെടുന്നു എന്നാണ് ഈ സംഘടന 2025 പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ 2019 ഇവർ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. 2019 പുൽവാമയിൽ 40 CRPF ജവാന്മാരെ കൊന്ന ചാവേർ ആക്രമണത്തിന് പ്രതികാരമെന്നോണം മോദി സർക്കാർ നടത്തിയ പ്രത്യാക്രമണം തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നാണ് GPPI റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെയാണ് അവർ കുറ്റപ്പെടുത്തിയത്. ജർമ്മൻ മാർഷൽ ഫണ്ട് എന്ന സംഘടനയിൽ അംഗം കൂടിയാണ് ബെനർ. GMFന്റെ ഉപദേശക സമിതിയിൽ റഷ്യയിൽ 3 US അംബാസിഡറായ മെഖേൽ മക്ഫൂളും ഇതിൽ അംഗങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയാലും ജർമ്മനിയിൽ പോയാലും ഏത് വിദേശ രാജ്യത്ത് പോയാലും അവിടെ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായുള്ള ജോസ് സോറസിന്റെ NGO സംഘടനകളുമായിട്ടാണ് രാഹുൽ ഗാന്ധി എപ്പോഴും കൂടിക്കാഴ്ച നടത്തുന്നത്. വേണമെങ്കിൽ ഇനി 2026 പുതിയൊരു വർഷം പിറക്കാൻ പോകുകയാണ്. ഭാരതത്തിൽ ഒരു കലാപം ആസൂത്രണമാക്കാനുള്ള ഒരു ലക്ഷ്യമാണോ രാഹുൽ ഗാന്ധി ഇന്ന്, അതായത് ഈ ഡിസംബർ മാസം ജർമ്മനിയിൽ പോയി നടത്തിയത് എന്ന് വേണം നമുക്ക് സംശയിക്കാൻ. അതായത് ജനുവരിയോടുകൂടി ഏതെങ്കിലും ഒരു കലാപം രാജ്യത്ത് നടക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന, രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും അത് ദോഷകരമായി ബാധിക്കാനും അതിനെ തകർക്കാനും ശ്രമിക്കുന്ന ഈ തീവ്രവാദികളെ അങ്ങനെ തന്നെ നമുക്ക് വിളിക്കേണ്ടി വരും. കാരണം ഈ രാജ്യത്തെ നശിപ്പിക്കുന്നവരെ നമുക്ക് തീവ്രവാദികൾ എന്ന ഒരൊറ്റ പേരിട്ട് തന്നെ ഇവരെയൊക്കെ നമുക്ക് വിളിക്കേണ്ടി വരും. അതിന്റെ ഒരു പങ്കാളിയാകാൻ രാഹുൽ ഗാന്ധിയും ജർമ്മനിയിലേക്ക് പോയി എന്ന് തന്നെയാണ് വസ്തുത.